നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ട്രേഡിംഗ് ആത്മാർത്ഥമായി പഠിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാനും ആഗ്രഹിക്കുന്നവർ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, എന്തൊക്കെയാണ് ഈ ചാർട്ട് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഐ ബട്ടണിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നിരാശ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് പബ്ലിക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതിൽ 1.5 വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ്. ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് കാണുക. ഇതൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കണം. നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, ലോങ് ഡ്രൈവ്, അതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ്, ട്രെയിൽ ചെയ്യേണ്ട ഏരിയ, ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇൻഡെക്സിൽ മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഫോറക്സ്, കമ്മോഡിറ്റി സെഗ്മെൻറ്റ്, ക്രിപ്റ്റോ, എല്ലാത്തിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. ഞാനത് ഗ്രൂപ്പിൽ കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം. നല്ല രീതിയിൽ 4 സ്റ്റോക്ക് ഞാൻ സ്വിംഗ് ട്രേഡിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4ഉം ഏകദേശം നല്ല രീതിയിലാണ് ഒരേപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഫണ്ടമെൻ്റൽ അനലൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഈസി ആയിട്ടൊരു എൻട്രി, എക്സിറ്റ് നമുക്ക് ഇതും കൂടെ ഉണ്ടെങ്കിൽ, ചാർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ലൈവ് ട്രേഡിംഗ് റൂമുണ്ട്. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയുള്ള ഈ 2 സമയത്താണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാനൊരു അനലൈസറാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ പലർക്കും കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുക, വെറുതെ ബുദ്ധിമുട്ടി പിന്നെ അത് ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡിലേക്കൊക്കെ പോവുക. അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ലൈവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പകരം ഇപ്പോൾ നിങ്ങൾ എൻട്രി, എക്സിറ്റൊക്കെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് എടുക്കുന്നു, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫർട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം കഴിഞ്ഞ മാസം വളരെ നല്ല രീതിയിലാണ് ലൈവ് പോയത്. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇനി നാളെ തൊട്ട് ഈ ഓഗസ്റ്റ് മാസത്തേക്കുള്ള ഒരു റൂം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ 21 പേരാണ് ഫോക്കസ് ചെയ്യുന്നത്. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പോലും എനിക്ക് 21 പേരെ തികച്ച് ഇതുവരെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് മെജോറിറ്റി ആളുകൾക്കെല്ലാം കോളും ടിപ്പും മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനൊന്നും ആരും തയ്യാറല്ല. പെട്ടെന്ന് കാശുണ്ടാക്കണം, ആ ഒരു ചിന്തയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ലൈഫ് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം ലൈവിലേക്കോ പഠിക്കാനോ ഒക്കെ ആയിട്ട് വരിക. ഈസി മണി മേക്കിങ്ങിൻ്റെ സിസ്റ്റം ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് 21 പേര് പോലും ഇതുവരെ ആവാത്തത്. കാരണം കഷ്ടപ്പെടാൻ താല്പര്യമുള്ള ആളുകളില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 5 പേരേ ഉള്ളൂ ഏകദേശം അതൊക്കെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ. ബാക്കി 95% ആൾക്കാർക്കും ഈസി മണി മേക്കിംഗ് ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിഫ്റ്റി NSE പറയുന്നത്, 95% ആളുകൾക്കും ലോസാണ്, ബാക്കിയുള്ള 5 പേരെ പ്രോഫിറ്റ് ഉള്ളൂ എന്നുള്ള കാര്യം പറയണം. അപ്പോൾ ഇങ്ങനെ ഈസി മണി മേക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ് ലോസിലേക്ക് പോകുന്നത്, പഠിക്കാതെ ചെയ്യുന്നവർ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. എനിവേ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. എന്തുണ്ടെങ്കിലും നേരിട്ട് വിളിക്കാം. ഓക്കെ, സമയം 9:09 ആയിട്ടുണ്ട്.
ഓക്കെ, 29 പോയിന്റ് ആണ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊന്നും നമുക്കത്ര ഉറപ്പുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ഇനി ചെല്ലാനായിട്ട് ഒരു പൊടിക്കും കൂടി 25,000 25 100 പോകാനായിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് അപ്പോൾ മാർക്കറ്റ് നമ്മളെപ്പോൾ ഡൗണിലേക്ക് പ്രതീക്ഷിക്കണം? ഇന്ന് മെജോറിറ്റി കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട്. കാരണം ഇന്നലെ ഈ ഒരു ക്യാൻഡിൽ അപ്പോൾ ഇന്ന് നമുക്ക് 24,815 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് പ്രതീക്ഷിച്ചാൽ മതി. 24,647. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരുപാട് ഫാൾസ് ബ്രേക്കൗട്ടൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു ഡൗൺ പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം, അതായത് 24,775 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഒരു സഡൻ ഫാള് 24,647 ഉണ്ടാവുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത് തന്നെ 29 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 24,837 ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ്. 24,837 പ്ലസ് 29 എന്ന് പറയുമ്പോൾ 24,866 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 24,866 എന്ന് പറയുമ്പോൾ 66 ഇതിന് മുകളിൽ, അതായത് 24,860 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് താഴത്തോട്ട് വരികയാണെങ്കിൽ ചെറിയ ഒരു മൂവ്മെൻ്റ് ആദ്യം കിട്ടും. അതായത് 24,815 ഒരു ഡൗണ്. അപ്പോൾ അവിടെ നിന്ന് ഒരൊറ്റ ഡൗണ് ചിലപ്പോൾ താഴത്തേക്ക് വരാം. എന്നിട്ട് അതായത് ഹയർ ടൈം ഫ്രെയിമിൽ, ചെറിയ ടൈം ഫ്രെയിം അല്ല, ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു ഡൗൺ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ക്യാൻഡിൽ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് 15 മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവർ കാണിക്കുന്നുണ്ടെങ്കിലും അതത്ര ഒരു ഉറപ്പുള്ള ഒരു ഇതല്ല. കാരണം ഇത് കുറച്ചും കൂടെ താഴത്തേക്ക് വരാനുണ്ട്. അപ്പോൾ ഇത് ഒരു ഫേക്ക് കർവ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. മാർക്കറ്റ് ഇന്ന് മെജോറിറ്റി ഇന്ന് കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മാർക്കറ്റ്. അപ്പോൾ 24,860 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്കൊരു ലോങ് ഡ്രൈവ് കിട്ടിയാൽ മാത്രം നമ്മൾ 24,937 എടുക്കുന്നു. അവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ചിലപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ചിലപ്പോൾ ഇങ്ങനെയായിട്ട് വട്ടം കറക്കാം. എന്നിട്ട് നാളെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് 25,100 മൂവ്മെൻറ്റ് വരുന്നത്. ആ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ, ഇത് 2 ദിവസത്തേക്കുള്ള വ്യൂ കൂടെ ചേർത്തിട്ടാണ് പറയണേ. 25,000 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 25,100 മാർക്കറ്റ് മൂവ് ചെയ്യണത്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇന്ന് മാക്സിമം നമുക്ക് ആദ്യം തന്നെ സ്കാൽപ്പ് ചെയ്ത് 21 പോയിൻറ്റ്സ് എടുക്കാനായിട്ട് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ളതിനെ പറ്റി നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ സ്ട്രൈക്കിലാണെങ്കിൽ നമുക്ക് സിയിൽ ഡെൽറ്റ വാല്യൂ ഉള്ളത് നോക്കി എടുക്കണം. 25,000 സി തന്നെ നമുക്ക് മതിയാകും എന്നാണ് തോന്നുന്നത്. 25,000 ആകുമ്പോൾ 44 രൂപ, അത് ഇത്തിരി ഡെൽറ്റ വാല്യൂ കുറവാണ്. നമുക്ക് 24,800 സി തന്നെ എടുക്കാം. അപ്പം നിൽക്കുന്നത് 24,800 സി ആണ്. പി കൂടുതൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. 25,000 പി എടുക്കാം. 24,800 25,000 പി ഇന്നലെ എടുത്ത തന്നെ. ഓക്കെ, അപ്പോൾ 2 മിനിറ്റിൽ മാർക്കറ്റിൻ്റെ സിയുടെ മൂവ്മെൻറ്റ് നിലവിൽ നിൽക്കുന്നത് 143 സി നിൽക്കുന്നത്. അപ്പോൾ അത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 155 ഒരു റിജക്ഷൻ പോയിൻ്റായിട്ട് കാണുന്നത്. അതായത് 155 റിജക്ഷൻ പോയിൻ്റ്. അതായത് SMA ഇവിടെ നിൽക്കുന്ന കാരണം, ഇവിടെ താഴത്ത് SMA ഇവിടെ നിൽക്കുന്ന കാരണം അതൊരു എന്താ പറയണ്ടേ കൺസോൾട്ടേഷൻ സോണായിട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് 28,000 സ്ട്രൈക്ക് ആദ്യത്തെ മൂവ്മെൻറ്റ് SMA ഇട്ട് മുട്ടുന്നതായിരിക്കണം നമ്മുടെ മൂവ്മെൻറ്റ്. അത് ഒറ്റയടിക്ക് മുട്ടുമോ സ്ട്രഗിൾ ചെയ്തിട്ട് മുട്ടുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ടുള്ളത്. അതിനുശേഷം 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 160
171 197 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഇവിടെ നോക്കിയേ, നല്ലൊരു ലെങ്ത് ആയിട്ടുള്ളത് വന്നു, ഒരു വിധത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മുകളിലോട്ട് പോയി, നല്ല രീതിയിൽ ഇറങ്ങി, പിന്നെ വളരെ ഫാസ്റ്റായിട്ട് മുകളിലോട്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, സഡൻ ഡംപ് പതുക്കെ അപ്പ്, സഡൻ ഡംപ് ഇനി പതുക്കെ അപ്പ്. നേരെ മാർക്കറ്റ് പോയിരിക്കുന്നത് 166ലേക്കാണ്. ഇപ്പോൾ ഗ്യാപ്പ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ട് SMA മുട്ടിയിട്ടുണ്ട്, വൺ സൈഡ് മാർക്കറ്റിനുള്ള. അതായത് 157 ബ്രേക്ക് ചെയ്താൽ അത് 160ലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി അവിടെ ബ്രേക്ക് ചെയ്യണം. 160ലേക്ക് ഓൾറെഡി പോയി, 155 കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിരുന്നു, അത് ഓൾറെഡി അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഇനി 140 ബ്രേക്ക് ചെയ്താൽ 127ലേക്ക് മാർക്കറ്റ് വരുമെന്നുള്ള നോക്കിയിട്ട് നമുക്ക് 120 ബ്രേക്ക് ചെയ്താൽ അടുത്ത അപ്പിലേക്ക് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അത് ഇപ്പോൾ ഇടവഴിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റോട്ടിട്ട് കയറി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. തൽക്കാലം തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ല, സോറി. അപ്പോൾ മറ്റേ താഴത്തോട്ട് 127 ഇട്ട് ഒരു മാഗ്നറ്റിക് പവർ പോലെ വരുമ്പോൾ നമുക്ക് സിയിൽ അത് പ്രോഫിറ്റാക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 165 വരെ പോയിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് ഓഫ് ടിപ്പിലാണ് ഇടിച്ച് നിൽക്കുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ ഉടനെ നമ്മൾ സ്പിയിലേക്ക് വലുതായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. 152 ബ്രേക്ക് ചെയ്താൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ആ 127ലേക്ക് അത്ര അടുത്ത് നിൽക്കുന്ന കാരണം എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി ആലോചിക്കാം. എന്തായാലും സ്ട്രഗിളിംഗ് ഒക്കെ എന്തായാലും വരും. ഇനിയിപ്പോൾ ഒരു 165ൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 170ലേക്ക്. ഇവിടെ 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 170ലേക്ക് ഇവിടെ പോകത്തുള്ളൂ. ഇവിടെ 165 ബ്രേക്ക് ചെയ്താൽ 170ലേക്ക്. എന്തായാലും RSI അപ്പർ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രഗിളിംഗ് ഒക്കെ എന്തായാലും വരും. ഞാനിപ്പോൾ എന്തായാലും ഉടനെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഒരു 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പ്രീവിയസ് ലെവലിലേക്ക്, ഓപ്പൺ ലെവലിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഒരു വൈറ്റ് ലൈൻ നിൽക്കുന്നത് കൊണ്ട് പിന്നെ ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങളില്ല. നൂറ്റി 153 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 155 ഇട്ട് പോകത്തുള്ളൂ. 147 ആണ് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഗ്രീനൊക്കെ നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളതൊരു ഗ്രീനാണെന്ന് പറഞ്ഞ് ചാടിക്കയറി എടുത്തിട്ട് കാര്യമില്ല. എടുത്താലും നമ്മൾ 1-2 പോയിന്റ് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഒക്കെ ഇട്ട് വെക്കണം. അത് അത്ര ഉറപ്പ് എനിക്കതിലില്ല, അത്ര ഉറപ്പില്ല. ആ ഗ്രീൻ ക്യാൻഡിലൊന്നും അത്ര വലിയ ഉറപ്പില്ല. അത് പോണ പോലെ തന്നെ അത് ഈ ടാലിയാക്കാൻ വേണ്ടി പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു ലോങ് ഹോൾഡിനോ ഉറപ്പിച്ചെടുക്കാനായിട്ട് നമുക്കൊരു 52 ഒക്കെ ബ്രേക്ക് ചെയ്താൽ 55 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 170ലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് പോയാൽ 170ലേക്ക് പോകുന്നുള്ളൂ. RSIയിലൊരു മടക്ക് വരുന്നുണ്ട്, അതൊരു ഡൈവർജൻസ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിപ്പോൾ അത്ര ഉറപ്പിക്കണ്ട. കാരണം 127ലേക്ക് അതൊരു മാഗ്നറ്റാണ്. അപ്പോൾ അങ്ങോട്ടൊരു വലിവ് പെട്ടെന്ന് സഡനായിട്ട് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട. നമുക്കിപ്പോൾ സിയിലാണെങ്കിൽ റീ എൻട്രി എടുത്തിട്ടാണെങ്കിലും നമുക്ക് അത് ഇനി ആ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ മതി. കാരണം 170ലേക്കൊക്കെ ഓൾറെഡി 2 പ്രാവശ്യമാണ് 170യിൽ ഒരു ലൈൻ സൂചന കാണിച്ചേക്കുന്നത്. RSI സ്റ്റിൽ
ഒരു ബ്രേക്ക് ഡൗൺ ലെവലിലാണ് നിൽക്കുന്നത്. 127 വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരിക്കും. വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വരുവാണെങ്കിൽ ഒരു സഡൻ ഡമ്പാ വരുള്ളൂ, വരുവാണെങ്കിൽ വലിയ റെഡേ വരുള്ളൂ. അപ്പോൾ ഇവിടെ എടുത്തവരൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ മനസ്സിൽ നിൽക്കുന്നത് കാരണമാണ് എനിക്ക് പിയിലേക്ക് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. 150 ബ്രേക്ക് ചെയ്താൽ 51 ബ്രേക്ക് ചെയ്താൽ 57ലേക്കോ അല്ലെങ്കിൽ 160ലേക്കോ 170ലേക്കോ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ആയിട്ട് മൂവ് കിട്ടും. പക്ഷെ 150 ബ്രേക്ക് ചെയ്യണം, അല്ലാതെ നമ്മൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടെന്നും പറഞ്ഞ് ചാടിക്കയറി എടുക്കുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ഇവിടെ ക്രോസ് ഓവർ സിയിൽ കിട്ടിയിട്ടില്ല, 170 പോകാനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാത്തത്. ചെറിയൊരു സപ്പോർട്ടായിട്ട് എടുത്തെന്നുള്ളൂ. ആദ്യത്തെ റെസ്പെക്റ്റാണ് ആ കണ്ടത് ഈ ഒരു വൈറ്റ് ഡോട്ടിൽ, അതായത് 137 ആദ്യത്തെ ഒരു റെസ്പെക്റ്റ് കണ്ടതാണ്. നമുക്കിപ്പോഴും ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. ഡംപ് വരികയാണെങ്കിൽ ഒരു വലിയ ഡമ്പായിരിക്കും വരുന്നത്. വൺ 50 ബ്രേക്ക് ചെയ്താൽ 57ലേക്കുള്ള ഒരു 7 പോയിന്റ്, അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 170. RSI ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ വരുന്ന വോളിയം, ഇനി വരുന്ന ക്യാൻഡിൽസിൻ്റെ വോളിയം, അത് സി ആയിക്കോട്ടെ പി ആയിക്കോട്ടെ, വരുന്ന വോളിയത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ലെങ്തി ക്യാൻഡിൽസൊക്കെ ഇനി വരത്തുള്ളൂ. സിയിൽ 197 വരെ പോകാനുള്ള തയ്യാറെടുപ്പ് സിക്ക് ഉണ്ടെങ്കിൽ സിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 149ലേക്ക് വരും കേട്ടോ. ഒരു സഡൻ ഡംപ് എന്നിട്ട് അതേപോലെ തന്നെ വലിഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ലെങ്തി ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ 150ൻ്റെ താഴത്തോട്ട് വന്നാൽ 149 വരെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ അത് നമുക്ക് പിയിൽ പ്രോഫിറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും, ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ. 155 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 149ലേക്കായിരിക്കും സി ഫാളാവുന്നത്. അങ്ങനെ ഫാളായാൽ മാത്രം പി ഈ പറഞ്ഞ പോലെ 150 ബ്രേക്ക് ചെയ്ത് 156ലേക്ക് പോകും. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിലാണെങ്കിലും പിയിലാണെങ്കിലും ലെങ്തി ക്യാൻഡിൽ. $148. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സിയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പോസായി പോയി, സോറി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് 150ൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ 150 എന്നുള്ള മൂവ്മെൻ്റ് ആണ് ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള 21 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ 21 പോയിന്റിൽ മാക്സിമം കൊടുക്കുകയോ ലോക്ക് ചെയ്യുകയോ വെച്ചിട്ട് ബാക്കി ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിന്ന് 197 ഇറങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ടാർഗറ്റ് ആയിട്ടുള്ള 21 പോയിന്റിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പരിപാടി നിർത്താം, ഡിസിപ്ലിൻ പാലിക്കുക. അപ്പം നമ്മൾ ഇത് ഇത്ര മുകളിലോട്ട് പോയപ്പോഴും നമ്മൾ പറഞ്ഞു എന്തായാലും മാർക്കറ്റ് 127ലേക്ക് വരണം. അതിനിടയ്ക്ക് എന്ത് ഡംപ് ഉണ്ടായാലും നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമെന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നപ്പോൾ അതനുസരിച്ച് താഴത്തുനിന്ന് വീണ്ടും ഒരു റീ എൻട്രി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മാക്സിമം കൊണ്ടുപോയി 172ലോ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് മുകളിലോട്ട് പോകണം. RSI ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു വൈറ്റ് ലൈൻ വന്നതുകൊണ്ട് എന്തായാലും ഇവിടെ കുറച്ച് കൺസോൾട്ടേഷൻ വരും. ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് 197 പോകത്തില്ല. അത് 5 മിനിറ്റിലേക്കൊന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ 185
170 അല്ലെങ്കിൽ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക് ഔട്ടിൽ എടുക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ് നമ്മളത് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ യെല്ലോ ലൈനിൽ മുട്ടിയിട്ടില്ല. ഇവിടെ 2 തവണ യെല്ലോ ലൈനിൽ മുട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് നമ്മൾ മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ ഏകദേശമൊക്കെ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഏകദേശമൊക്കെ ഓക്കെ ആണ്. 175 ലോക്ക് ചെയ്തത്. നമുക്കത് മതി. നമ്മൾ കൂടുതൽ ഈ ടെൻഷൻ അടിച്ചിട്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 150 to 175. മാർക്കറ്റ് ചെല്ലേണ്ടടുത്ത് ചെന്നു, ഹിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഹിറ്റ് ചെയ്തു. കാരണം ഏത് നിമിഷവും മാർക്കറ്റ് പിയിലേക്ക് കൺവേർട്ട് ആവും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം, RSI ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ RSI മുതൽ ഈ RSIയുടെ ക്രോസ് ഓവർ വരെ മാർക്കറ്റ് നോക്കി എന്ത് ഡീസൻ്റ് ആയിട്ടാണ് പോണതെന്ന് നോക്കി. അപ്പോൾ കയറേണ്ടടുത്ത് കയറുക, ഇറങ്ങേണ്ടടുത്ത് കൃത്യമായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ. കാരണം ഇവിടെ RSI വീണ്ടും ക്രോസ് ഓവറായി. രണ്ടാമത്തെ കേസ് മഞ്ഞലായി മുട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാതെയോ അല്ലെങ്കിൽ 170 175 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 10 പോയിൻ്റ് താഴത്തേക്കാണ് ഡൗൺ ആയത്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട്. കയറേണ്ടടുത്ത് കയറുക, ഇറങ്ങേണ്ടടുത്ത് കൃത്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ RSIയുടെ ക്രോസ് ഓവറായി. ഏത് നിമിഷം നമുക്ക് പി ഇട്ട് തിരിയുമെന്നറിയാം. മഞ്ഞ ലൈൻ പിയിൽ മുട്ടിയിട്ടില്ല, അത് രണ്ടാമത്തെ കേസ്. ഇവിടെ വന്നിട്ട് നമ്മുടെ വൈറ്റ് ലൈൻ മുട്ടി. നമ്മുടെ ടാർഗറ്റ് ആ ഒരു വൈറ്റ് ലൈൻ ആയിരുന്നു. ആ വൈറ്റ് ലൈനിൽ കറക്റ്റായിട്ട് മുട്ടി നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചു. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി. സ്വാഭാവികമായിട്ടും 170ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയെന്നുള്ളൂ. അതാണ് നമ്മൾ ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അട്ടപ്പടലെ നമ്മുടെ ഫണ്ട് തിരിച്ചു പോവും. അപ്പോൾ 130 നിന്ന് 70 വരെ അവിടുത്തെ എക്സിറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടാമത് പിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 155 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 170യിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നേ കിട്ടിയില്ലെങ്കിലും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഈ 155 എന്നുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ 55 60 70 15 പോയിൻ്റ് ഇവിടെയും ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 150 75 25 30 40 പോയിൻ്റ് ഓൾറെഡി രാവിലത്തെ മോർണിംഗ് ട്രേഡിൽ ഡണ്ണാണ്. ഇപ്പോൾ കൂടുതലോ പിന്നെ രണ്ടാമത്തെ കേസ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നതും. ഇനി വരാൻ പോകുന്ന ട്രേഡിങ്ങിൻ്റെ ക്യാൻഡിൽസിൻ്റെ വോളിയം ബിഗ് വോളിയം ആയിരിക്കും. കാരണം നാഷണൽ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. വളരെ സേഫായിട്ടുള്ള ട്രേഡായിരുന്നു, അക്യുറേറ്റ് ട്രേഡായിരുന്നു. അത് കൃത്യമായിട്ട് ഇറങ്ങി കയറാനായിട്ട് കഴിഞ്ഞില്ല. അതായത് എനിക്ക് കുറച്ചും കൂടെ കിട്ടട്ടെ എന്നുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു മാസത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 21 പോയിൻറ്റ്സാണ്. അത് കറക്റ്റായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ 76ലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു 21 പോയിൻറ്റിൽ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും ഫാള് വരും. കാരണം ഇവിടെ യെല്ലോ ലൈനിൽ മുട്ടാത്തത് കൊണ്ടാണ് ഏത് നിമിഷവും ഫാള് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കൂടെ ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതായത് ചാർട്ടിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തില്ല എന്ന് വരുമ്പോഴത്തേക്കുമാണ് നമ്മളുടെ ലോസ് എന്തായാലും മൈനസായി പോകുന്നത്. എന്തായാലും അത് തിരിച്ചു കയറി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. RSI 5 മിനിറ്റിൽ RSI ക്രോസ് ഓവറാണ്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത 195ലേക്ക് എന്തായാലും നമ്മൾ അതും കൂടെ ഒന്ന് ക്യാച്ച് ചെയ്യുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ. കാരണം 15 മിനിറ്റ്സിൽ റീക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇവിടെ 192 ടച്ച് ചെയ്യാനായിട്ടൊക്കെ മിനിമം കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ വീഡിയോ ഞാൻ പോസ് ചെയ്യാം. ഇനി വീഡിയോ ഈ ഒരു 175 അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 195ലേക്കായിരിക്കും ബാക്കി കൂടെ എടുക്കുന്നത്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയിട്ടേ കാര്യമുള്ളൂ.
എനിവേ അപ്പം അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. അത് സാധിച്ചു കഴിഞ്ഞാൽ വീഡിയോ അപ്പോൾ ഓൺ ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ കാത്തിരിക്കാം, വീഡിയോയുടെ ലെങ്ത്ത് വെറുതെ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ലൈവിൽ ഇങ്ങനെ ട്രെയിൽ ചെയ്ത് വെക്കൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ട്രെയിൽ ചെയ്ത് വെക്കും. അതിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ട്രെയിൽ ചെയ്യത്തോലും പോലുമില്ല. ഇട്ട സ്റ്റോപ്പ് ലോസ് ആന കുത്തിയാലും മാറ്റില്ല എന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചോണ്ടിരിക്കും, മാക്സിമം കിട്ടട്ടെ എന്ന് പറയും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞത് മാക്സിമം അവിടെ വിറ്റിട്ട് ബാക്കിയുള്ള ഒന്നോ രണ്ടോ ഒരെണ്ണം പറഞ്ഞ പോലെ 170 ഇട്ട് ലോക്ക് ചെയ്താലും നമുക്ക് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അത് നമ്മൾ കറക്റ്റായിട്ട് കുറേശ്ശെ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു, കഴിഞ്ഞു. അപ്പോൾ 2 ട്രേഡ് എടുത്തു. ഒന്ന് ഈ 55 ബ്രേക്ക് ചെയ്തിട്ടുള്ള 70യിലേക്കും ഇവിടെ 50 to 75 ഒരു 25, 30, 40 പോയിൻ്റാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നാളെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നാളെ തൊട്ട് പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ 21 പേർക്ക് എൻട്രി ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ഇന്ന് രാത്രി 8 മണിക്ക് മുമ്പ് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കുറച്ച് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിച്ച് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളവർ ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് കാത്തിരിക്കാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 192 ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്തിട്ടുണ്ട്. 192 ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 210 മാർക്കറ്റ് പോകുന്നത്. 195 എന്നുള്ള ലെവല് വളരെ മേജറായിട്ടുള്ള ലെവലാണ്. 195 ബ്രേക്ക് ചെയ്താൽ 210 പോകുന്നത്. 195 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ പോണത് 210 ഞാൻ 195 ആണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ 195 ഇല്ലെങ്കിൽ 200 ആയിട്ടുണ്ട്, 201 ആയിട്ടുണ്ട്. 195 ലോക്ക് ചെയ്തിട്ട് വളരെ സേഫായിട്ട് മാറിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ തൊട്ട് വന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു സഡൻ ഡംപ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഭാഗത്തേക്ക് വരും. അവിടെ ഇനി 210 ആണ് അടുത്ത റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ 210 ആണ്. ആ 210 RSIയിൽ ഇപ്പോൾ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ 195 ട്രെയിൽ ചെയ്ത് വെച്ചാലും വിഷയമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങണമെങ്കിലും സ്വസ്ഥമായിട്ട് നമുക്ക് ഇറങ്ങാം, ഒരു പ്രശ്നങ്ങളുമില്ല. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ 194.65 ട്രെയിൽ ചെയ്ത് വെക്കാം, ഇവിടെ ഇറങ്ങാം, ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ 195 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോഴത്തേക്കും ട്രെയിൽ ചെയ്ത് വെച്ചു. നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ അവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, മാർക്കറ്റ് താഴത്തോട്ട് പോയി. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഇതെന്തായാലും കറങ്ങിത്തിരിഞ്ഞ് മാർക്കറ്റ് 195 വരും. ആ 195 വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് ലോക്ക് ചെയ്തിട്ട് ബാക്കി ഹോൾഡ് ചെയ്യാം. എന്തായാലും മാർക്കറ്റ് 2 മിനിറ്റിൽ നമുക്ക് കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് അറിയാൻ പറ്റും. RSI ഇവിടെ ഒരു ക്രോസ് ഓവർ 2 മിനിറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്ന് പറയുന്നത് 210 ആണ്. ഒരു പീക്ക് ലെവല് റെസിസ്റ്റൻ്റ് ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റ് 210 ആണ്. അപ്പോൾ നമുക്ക് ഇൻഡെക്സിൽ എന്താണ് അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി വരാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 24,964 മാർക്കറ്റ് വരാനുള്ളത്. ആ ലെവലും ബ്രേക്ക് ചെയ്താൽ 24,999 മാർക്കറ്റ് വരണം. കാരണം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി 1/3. ഞാൻ എപ്പോഴും പറയുന്നൊരു യൂസാണ് 1/3 എന്ന് പറഞ്ഞൊരു ഇത്. അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത്. മാർക്കറ്റ് 199, 200 ആയിട്ടുണ്ട്. 210 ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ പറന്നായിരിക്കും മാർക്കറ്റ് പോണേ. എവിടം വരെയൊക്കെ വരാം, 205, 210 റിജക്ഷൻ ഏരിയ ആണ്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഹൈ 204 വരെ പോയിട്ടുള്ളൂ. 205 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 210 മൂവ് ചെയ്യണേ. ഇതൊന്നും നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് ഇതൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല. കാരണം പ്രൈസ് ആക്ഷൻ വരച്ചു വെക്കുന്നതിൻ്റെ ഇടക്ക് നമ്മളറിയാതെ ഒരുപാട് രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നതാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ചാർട്ട്. ഒരുപാട് രഹസ്യങ്ങൾ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇതിനു മാത്രം ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിലും ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ
ഉള്ളതിനേക്കാളും അതിൻ്റെ ഹിഡൻ, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇൻഡിക്കേറ്റർ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയുള്ള പഠിച്ച് അതിപ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈസിയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഒരു മടക്ക് വന്നേക്കണേ 2 മിനിറ്റിൽ ഇതുവരെ ഒരു ക്രോസ് ഓവർ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊന്ന് അലർട്ടായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 205 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 210 മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ട്രെൻഡ് കണ്ടിന്യൂഷനാണ് മെജോറിറ്റി. ഞാനിത് മനസ്സിലാക്കുന്നത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് എവിടെ പോയി നിൽക്കാം, 216 വരെ പോയി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. ആ ട്രെൻഡിന് ഈ ക്യാൻഡലിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം ഗ്രീൻ ക്യാൻഡിൽ കാണുന്നതിൻ്റെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ അവിടെ ലോക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ വിക്ക് 216.5 ആയിരിക്കും. ഇപ്പം 202 നിൽക്കുന്നത്. ഒന്നെങ്കിൽ ഇത് 205 ബ്രേക്ക് ചെയ്താൽ 200 216 വരെ പോകും. അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അലർട്ടായിട്ടിരുന്നോ, ഒരു സൂചനയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ട്രെയിൽ ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യാം. 205 ബ്രേക്ക് ചെയ്താൽ ഞാൻ 210 കാരണം ഇനി ഈ ക്രോസ് ഓവർ താഴത്തോട്ട് വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ സഡൻ ഡംപ്, ഇല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോകും. അപ്പോൾ അത് നമുക്ക് സൂചനയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 200 അല്ലെങ്കിൽ ഈ ഭാഗത്ത് 200 ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്താലും നമുക്ക് വിഷയമില്ല. കാരണം ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒന്നെങ്കിൽ ഡംപ് താഴത്തേക്ക് പതുക്കെ വരും. നേരെ മറിച്ച് മുകളിലോട്ടാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വന്ന് ട്രിഗർ ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ 216.5 ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് മാർക്കറ്റ്. ഇപ്പോൾ ഒരൊറ്റ പൊട്ടിത്തെറി. ഞാനിത് വിശ്വസിക്കുന്നത് 216.5 അപ്പോൾ ചാർട്ടിനോട് ഞാൻ പറയുകയാണ്, ഞാനത് ട്രിഗർ ചെയ്തിട്ടിരിക്കുകയാണ് ചാർട്ടെ. 216.5 വന്നാൽ ഞാൻ ട്രേഡിങ് അവസാനിപ്പിച്ചോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ 195 ഞാൻ അവസാനിപ്പിച്ചോളാം എന്നൊരു ചാർട്ട് വാക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് പറയാണ്, ഒന്നെങ്കിൽ നീ 195 നമ്മളോട് നന്ദി പറഞ്ഞു പൊക്കോ, ഇല്ലെങ്കിൽ നീ അത് ഉറപ്പിച്ചൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നിനക്ക് ഞാനൊരു 216 വരെ തന്നേക്കാം എന്ന് ചാർട്ട് തീരുമാനിച്ച ചാർട്ട് ഏത് തരുന്നോ അത് 2 കൈയിൽ നിന്നിട്ട് സ്വീകരിച്ച് പോകാനായിട്ട് മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കി വെക്കണം. ഇരുന്നൂറിൽ നമുക്കൊരു നമ്മുടെ ഏതാ പറയണേ ട്രേഡിങ്ങിൻ്റെ മാക്സിമം വിൽക്കാം. ഈ സമയത്ത് മാക്സിമം വിറ്റൊരു 75-80% വിൽക്കാം. വിറ്റിട്ട് ബാക്കി 195 ട്രെയിൽ ചെയ്ത് വെക്കാം. ഒന്നെങ്കിൽ 195 നമ്മൾ ലൈവ് നിർത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ 216 മാർക്കറ്റ് പോകും. 196.40 വരെ വന്നിട്ടുള്ളൂ. 196.40 ഏതാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ 197 ആഗ്രഹിച്ചത്, അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 195 ആണെങ്കിൽ ചാർട്ടിനോട് വളരെയധികം നമ്മൾ കടപ്പെട്ടവനായിരിക്കും. ആ പറഞ്ഞ വാക്ക് ചാർട്ടിനോട് പാലിക്കും. അപ്പോൾ ചാർട്ട് അത് തരണോ വേണ്ടയോ എന്നുള്ള ചാർട്ടാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, 195 വന്നിട്ടില്ല, 199 നിൽക്കുന്നത്, 198 നിൽക്കുന്നത്, 199, ഒന്നെങ്കിൽ 195, ഇല്ലാന്നുണ്ടെങ്കിൽ 216. ഏത് വന്നാലും നമ്മൾ വളരെ ഹാപ്പിയാണ്. ചാർട്ട് ഏത് വന്നാലും ഞാൻ ചാർട്ടിനോട് കടപ്പെട്ടിരിക്കുന്നവനാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ചാർട്ടിനെ കാണുന്നത്. ചാർട്ടിനെ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത്രയൊക്കെ നമ്മൾ ചാർട്ടിനെ സൂചിപ്പിക്കണ്ടേ.
ചാർട്ടിന് കേൾക്കാം, ചാർട്ടിന് നമ്മൾ പറയുന്ന കേൾക്കാം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ചാർട്ടിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് 195 ഒന്നെങ്കിൽ ഞാൻ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ 216 പോകും. ഇത് ഏതാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. മുകളിലോട്ട് പോയാൽ 16 പോയിൻ്റ് കിട്ടും, താഴത്തോട്ട് വന്നാൽ 195 പോകും. ഇപ്പോൾ RSI ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ശരിക്കും ഇതാണ് എൻ്റേതായിട്ടുള്ളൊരു രീതി. ഒരു സേഫ് സോണിൽ ഇറങ്ങാനുള്ള എക്സാക്റ്റ് ടൈം ഇതാണിത്. പിന്നെ അത് ആ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് മുട്ടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അത് നേരെ ഡൗൺ ആയിട്ട് താഴത്തോട്ട് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ മൂവ്മെൻറ്റിൽ മാർക്കറ്റ് 216 പോകും. ഇപ്പോൾ ഒരു ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവർ വരെ. ഇരുന്നൂറ്റി 203 205 ഒന്ന് കവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കയറി 205 206 207 അപ്പോൾ അത് 200 ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 200 ട്രെയിൽ ചെയ്ത് വെക്കാം. 200.15 വരെ വന്നിട്ടുള്ളൂ. എന്നാലും നമ്മളെ വിടാനായിട്ടുള്ള ഉദ്ദേശമില്ല. നിലവിലുള്ള ക്യാൻഡിൽ 245, ലോ 215. 200 വെക്കാം. ഒരു 5 പോയിൻറ്റും കൂടെ കൂടുതൽ നമ്മളെടുത്താലും ഹാപ്പിയാണ്. നമ്മൾ 3 ട്രേഡിലായിട്ടാണ്. ഒന്ന്, നമ്മൾ ആദ്യത്തെ മൂവ്മെൻറ്റ് 155 മുതൽ 180 വരെ എടുത്തു. പിന്നെ നമ്മളത് പറഞ്ഞു, കറങ്ങി തിരിഞ്ഞ് എന്തായാലും മാർക്കറ്റ് 195 മാർക്കറ്റ് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ നമ്മൾ കുറച്ച് താഴത്തു നിന്ന് നമ്മൾ 150 അങ്ങോട്ട് റീ എൻട്രി ചെയ്തതാണ്. ആ കണക്ക് നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ ഫൈനൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ 216. അപ്പോൾ നമ്മൾ ചാർട്ടിനെ ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ചാർട്ട് നമുക്ക് പറഞ്ഞു തരും ഞാൻ ഇവിടം വരെ പോകുന്നുണ്ട്. ഇപ്പം മനേഷാണെങ്കിൽ ചാർട്ട് നമ്മളോട് പറയും, മനേഷേ ഞാൻ ഇവിടം വരെ പോകുന്നുണ്ട്, ഞാനിപ്പോൾ ഒന്ന് താഴത്തോട്ട് പോവാണ്, എൻ്റെ കുറച്ച് ആൾക്കാർ താഴത്തുണ്ട്, ഞാൻ അവരായിട്ട് തിരിച്ചു വരും. അപ്പോൾ മനേഷ് ഇവിടെ തന്നെ ഉണ്ടാവണം, നമുക്ക് ഒരുമിച്ച് മുകളിലോട്ട് പോകാം. അല്ലെങ്കിൽ മനേഷ് ഇന്ന സ്ഥലത്തേക്ക് ട്രെയിൽ ചെയ്ത് വെക്ക്, ഞാൻ ഇന്ന സ്ഥലം വരെ വരുള്ളൂ എന്ന് ചാർട്ട് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ചാർട്ടും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു മാനസികമായിട്ടുള്ള അടുപ്പം. അപ്പോൾ അത് പറയുമ്പോൾ പലർക്കും അതെന്ത് പൊട്ടനാണ് വട്ടനാണെന്നൊക്കെ തോന്നാം. നിങ്ങളൊരു വണ്ടിയെ കഴുകി തുടച്ച് പൂജിച്ച് എങ്ങനെ കൊണ്ട് നടക്കുന്നോ അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചാർട്ടിനെ കൊണ്ട് നടക്കുന്നത്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. 216 211 ആയിട്ടുണ്ട്. 213 ജസ്റ്റ് മിസ്. എന്നാലും നമ്മൾ ഹാപ്പിയാണ്. നിലവിലുള്ള ക്യാൻഡലിന് താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ഏത് നിമിഷവും മാർക്കറ്റ് വരാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 209. അപ്പോൾ അത് മാക്സിമം നമുക്ക് അത് പീക്ക് ചെയ്ത് അങ്ങ് എടുക്കാമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഭാഗമൊക്കെ വളരെ സേഫായിട്ടുള്ള ഭാഗമാണ്. അതാണ് താഴത്തൊരു ചെറിയൊരു പോയിന്റ് ഗ്യാപ്പ് ഇട്ടേക്കണ കാരണം മാർക്കറ്റ് എന്തായാലും നിലവിലുള്ള ലോവിലേക്ക് മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. അത് 216 പോയിട്ടോ വരുള്ളൂ അതോ ഇപ്പം തന്നെ താഴത്തോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഡൗട്ടുള്ളൂ. അപ്പോൾ മാക്സിമം കയറ്റി ലോക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ 216 വരെ പോയില്ല, അതിന് മേലോട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് താഴത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ച്. കാരണം ആ ഒരു ഡൗൺ എക്സ്പെക്റ്റ് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അതൊരു സൂചനയാണ്, നമുക്ക് ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു സൂചനയാണ്, മാക്സിമം ലോക്ക് ചെയ്യാനായിട്ടുള്ള സൂചനയാണ് ആ തരുന്നത്. നമ്മളങ്ങനെ ഒരുപാട് ട്രേഡുകളൊക്കെ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിവേ 216 വേണ്ട, നമ്മൾ കുറച്ച് ട്രെയിൽ ചെയ്തിട്ടാണ് ഈ ഗ്യാപ്പിൻ്റെ 210 നമ്മൾ എക്സിറ്റ് ആയി. അപ്പോൾ
കൂടുതലൊന്നും പറയാനില്ല. ഇനി മുട്ടണമെങ്കിൽ മുട്ടട്ടെ, മുട്ടാതിരിക്കണമെങ്കിൽ ഇരിക്കട്ടെ. ഇവിടെ RSI ക്രോസ് ഓവർ ചെയ്തിട്ട് ഒരു 45 ഡിഗ്രി താഴത്തേക്ക് ചരിവ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആണെങ്കിൽ ആ പോയ പോയിന്റ്, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 102 ആണ്. ഒരു 4 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 120 വരെ കിട്ടും. 111, 112, 116, 120. അപ്പോൾ അപ്പുറത്ത് പോയത് ഇപ്പുറത്ത് മാർക്കറ്റ് തന്നിട്ടുണ്ട്. അത് 1 ക്ലിക്ക് ആണെങ്കിലേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പുറത്ത് വന്നത് എന്താ, ഇപ്പുറത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് നടക്കണുണ്ടെന്ന് അറിയാം. അപ്പോൾ അത് 120 വരെ പോകുമെന്ന് നമുക്ക് മനസ്സിലായി. ഒരു സഡൻ ഫാള് ആ ചാർട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് 110 മുതലാണെങ്കിലും 120 വരെ. അപ്പോൾ ഇവിടെ പോയ പോയിന്റ് ഇവിടെ കിട്ടി. ഇനി അത് തിരിച്ച് ഇപ്പുറത്തും കിട്ടും. അത് എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ വീണ്ടും ആ ഗ്യാപ്പിലേക്ക് പോകും. ബാക്കി 6 പോയിന്റ് അവിടെ ഒപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഇപ്പം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ആയിട്ട് മുകളിൽ കിടക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് പോകും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുനിന്നും കൂടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിവേ ചാർട്ടിനോട് വളരെയധികം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ലൈവ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അവിടെ പോയെങ്കിൽ എന്താ, അത് ക്വിക്കായിട്ട് നമുക്ക് ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 120 വരെയും എന്തായാലും മാർക്കറ്റ് പോകും. അത് ഇത് മൂവ് ചെയ്ത് വന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ 107, 110 നിന്ന് 120 വരെയും 10 പോയിന്റ് കിട്ടിയത്. ഇനി കൺഫേം ആയിട്ടുള്ള ഒരു ഗ്യാപ്പും കൂടെ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ ഈ ടിപ്പിലേക്കായിരിക്കും മാർക്കറ്റ് ഇടിക്കണം, 109ലേക്ക്. ഇപ്പം ഇടിക്കും ഒരു പോയിന്റ്, വേണമെങ്കിൽ അവിടെ കിട്ടും, ഈസി ആയിട്ട് കിട്ടും. കണ്ടോ, അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കി ട്രെയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പും ഫില്ല് ചെയ്ത് അതങ്ങ് തിരിച്ചു പോകുന്നുണ്ടോ. അപ്പോൾ അത് നമ്മൾ ചാർട്ടിൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും പഠിക്കുന്ന കാര്യങ്ങളല്ല, ഇത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്തിട്ടൊന്നും ഒരു കോഴ്സ് പഠിച്ചിട്ട് വെച്ചിട്ടൊന്നും ഒരാളൊരു ട്രേഡർ ആവത്തില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം നമ്മൾ ഒരു 5-8 മാസം കൊടുത്താൽ മാത്രമാണ്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ സ്കാൽപ്പ് ചെയ്യാറുണ്ട്. കൂടുതൽ ലോഡ് സൈസ് ഇട്ടിട്ട് ഒരു 2 പോയിന്റ് 3 പോയിന്റ് ട്രിഗർ പ്രൈസ് ഒക്കെ ഇട്ടിട്ട് സ്കാൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇവിടെ നടന്നു, ഇവിടെ ഇതും നടന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ടോട്ടലി ഡണ്ണാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ മൊബൈലിൽ എടുക്കുന്നവർക്ക് അത് അത്ര വലിയ പോസിബിൾ ആവാനായിട്ട് ചാൻസ് ഇല്ല. അതിന് 1 ക്ലിക്ക് വേണം. കണ്ടോ, 1 ക്ലിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലോഡ് സൈസൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ട് ഒറ്റ ബൈ ഒറ്റ സെല്ല്, ഒരു ബൈ ഒരു സെല്ല്. ഞാനിപ്പോൾ ഒരു ബൈ കൊടുത്തു, നിങ്ങൾ മൊബൈലിൽ അത് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് ട്രെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് സെല്ല് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്തുണ്ട്. എനിവേ സമയം ഇപ്പം തന്നെ 40 മിനിറ്റ് ആയി കാണും, 42 മിനിറ്റായി. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഈ മാസാവസാനം വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ നന്ദി. ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഏരിയ പ്രതീക്ഷിച്ചിരുന്നു. മാർക്കറ്റ് 168 താഴത്തോട്ട് പോയി, തിരിച്ചത് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ 207 307 ഒക്കെ എടുത്തത് ഈ ആഴ്ചയിൽ തന്നെ. അതാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും റിപ്പീറ്റേഷനാണ്. പുതിയതായിട്ട് ഒരു ചാർട്ട് പാറ്റേൺ ഒരു വർഷത്തിലില്ല. മുമ്പ് നടന്ന കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ട് ഇരുന്ന് അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ന് നിഫ്റ്റി, നാളെ ബാങ്ക് നിഫ്റ്റി, മറ്റന്നാൾ ഫോറക്സ്, അതിൻ്റെ പിറ്റേ ദിവസം ക്രൂഡ് ഓയിൽ, അതിൻ്റെ പിറ്റേ ദിവസം നാച്ചുറൽ ഗ്യാസ് ഒന്നും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ചിമ്മാതെ നിഫ്റ്റീനെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ വരുന്ന ഓരോ മൂവ്മെൻറ്റും നമുക്ക് കൃത്യമായിട്ട് ചാർട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കും അതേപോലെ നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കൂടാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.